വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈസ്. അങ്ങനെ ഞാനുണ്ടാക്കി നമ്മുടെ ആ വൈറൽ ഐസ്ക്രീം റെസിപ്പി. ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും പൈനാപ്പിളിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാലോ ഈ ഒരു വൈറൽ ഐസ്ക്രീം റെസിപ്പി. നിങ്ങൾക്ക് ഏത് തരം ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ എന്തായാലും പൈനാപ്പിളിൻ്റെയാണ് എടുക്കുന്നത്. കാരണം കഴിച്ചതിൽ എനിക്ക് പൈനാപ്പിളിൽ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടത്. മറ്റുള്ളതും ഓക്കെയാണ്, പക്ഷേ പൈനാപ്പിളിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഭാഗങ്ങളും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് റാപ്പ് ചെയ്ത് വയ്ക്കാം. ഇത് 24 hours ഞാൻ ഫ്രീസ് ചെയ്യാണ്. അപ്പോൾ 24 hours ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം. ഇത് ഫ്രീസ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഐസും കട്ടേരി ഇരിക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിൾ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സാധാരണ വീഡിയോസിൽ കണ്ടിരുന്നത് ഒന്നെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർക്കും, അതിൽ കൂടെ മിൽക്ക് മെയ്ഡ്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. പക്ഷെ ഞാനിവിടെ ഇത് രണ്ടും ചേർക്കുന്നില്ല. ഞാനിവിടെ കുറച്ച് പാലും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ചുരണ്ടി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കാണുമ്പോൾ എത്ര പെട്ടെന്നല്ല ഇതുപോലെ ആയത്. ഇതിങ്ങനെയൊന്ന് ആക്കിയെടുക്കാൻ എത്ര പാടുപെടുന്നത്. ഒന്നാമത് നമ്മുടെ ആ പൈനാപ്പിളൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര തണുപ്പാണ്. പിന്നെ അതിങ്ങനെ ചുരണ്ടിയെടുക്കുക, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ര ഈസി അല്ല അത് ചുരണ്ടിയെടുക്കാൻ, നല്ല പാടുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റുള്ളതൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടണ്ടേ. അപ്പോൾ പിന്നെ അങ്ങ് ചുരണ്ടി നമ്മുടെ ഐസ്ക്രീം പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പൈനാപ്പിൾ, ആ ഒരു വൈറൽ പൈനാപ്പിൾ ഐസ്ക്രീം. നല്ല അടിപൊളി ഐസ്ക്രീമാണ് ഇത്. നല്ല ടേസ്റ്റ്. എനിക്ക് കഴിച്ചതിൽ എനിക്ക് പൈനാപ്പിൾ വെച്ച് ചെയ്തതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഐസ്ക്രീം ചുരണ്ടി തിന്നുന്ന ആ ഒരു ടേസ്റ്റ് പോലെ ഉണ്ട്, പക്ഷേ സംഭവം കൊള്ളാം. പൈനാപ്പിളിൽ ചെയ്തതിലാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട. പൈനാപ്പിളിൽ വത്തക്കയിലൊക്കെ ചെയ്തു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ പൈനാപ്പിൾ ആണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് ടേസ്റ്റിൽ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഇത് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലോട്ട് പറയണം കേട്ടോ. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.